ശ്വേതാ മേനോൻ അമ്മാ സംഘടനയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പരാതി കൊടുക്കണമെങ്കിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ സിനിമകളുടെ ക്ലിപ്പുകൾ, ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ് ഈ സൈറ്റുകളിൽ ഉള്ളത്. ഇതെല്ലാം സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമകളല്ലേ. ഇവരുടെ കയ്യിൽ നിന്നും അധികാരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പവർ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപേക്ഷിച്ചു പോകാൻ വലിയ പാടാണ്. ശ്വേതാ മേനോൻ പൊട്ടിക്കരയുകയാണ്. ആ സിനിമയിലെ ചെറിയ ഭാഗത്ത് മാറിടാൻ കാണിക്കുന്നു എന്നുള്ള ശ്വേതാ മേനോനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ ബാബുരാജ് ആണ് ഈ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരാതി വന്നിട്ടുണ്ടെങ്കിൽ, അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അഭിനയിച്ച ചിത്രങ്ങളിൽ അശ്ലീല രംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ശ്വേതാ മേനോനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്വേതാ മേനോനെതിരെ മാത്രമാണ് കേസെടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പരാതിക്കാരനായ വ്യക്തി പോണോഗ്രഫി സൈറ്റ് സന്ദർശിച്ച സമയത്താണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി ചെയ്തതും തെറ്റ് തന്നെയല്ലേ? ശ്വേതാ മേനോനെതിരെ കേസെടുക്കുമ്പോൾ ഈ തെറ്റ് ചെയ്ത ഇയാൾക്കെതിരെയും പരാതിക്കാരനെതിരെയും കേസെടുക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം ശ്വേതാ മേനോൻ അമ്മ സംഘടനയിലേക്ക് മത്സരിക്കാൻ തുടങ്ങുമ്പോൾ, മത്സരിക്കാൻ വേണ്ടി പ്രകടന പത്രിക കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കേസ് പൊങ്ങി വരുന്നത്? അങ്ങനെ ഒരു കേസ് പൊങ്ങി വരുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും സംശയിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരാൾ പോണോഗ്രാഫി സൈറ്റിങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു വീഡിയോ കാണുന്നു. അപ്പോൾ അയാൾ ശ്വേതാ മേനോനെതിരെ കേസ് കൊടുക്കുന്നു. ശ്വേതാ മേനോൻ പോൺ വീഡിയോസിൽ വന്നിട്ട് അതിനകത്ത് ശ്വേതാ മേനോൻ്റെ വീഡിയോ ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്ത്. ശ്വേതാ മേനോന് അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു പോൺ സൈറ്റിലേക്ക് കയറി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ? ഇല്ല. അപ്പം ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള ഇപ്പോൾ രതി നിർവേദമാണെങ്കിലും കളിമണ്ണാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ അത് ആരാണ് എടുത്തിട്ടുള്ളത്? അതിൽ നിന്നും പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആരാണ്? ആ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. ആ സിനിമകളെല്ലാം, ആ സിനിമകളുടെ ക്ലിപ്പുകൾ, ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ് ഈ സൈറ്റുകളിൽ ഉള്ളത്. അത് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിൽ സൈബർ ക്രൈം അനുസരിച്ച് ഇങ്ങനെയുള്ള സൈറ്റുകൾ കയറാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ഒരാൾ അങ്ങനെ കയറിയിട്ട് ഒരാളുടെ വീഡിയോ കണ്ടു എന്ന് കരുതി അവർക്കെതിരെ കേസ് കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രതിർവേദമാണെങ്കിലും കളിമണ്ണ്, ഇതെല്ലാം സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമകളല്ലേ. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമകളാണ്. പിന്നീട് ആ സിനിമകൾ ഏതെങ്കിലും സൈറ്റുകൾ വന്നു പോയി എന്ന് കരുതി ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കെതിരെ കേസ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, ഇത് അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കേണ്ടത് ആ നിർമ്മിച്ച ആൾക്കെതിരെ അല്ലേ. എന്തിനാണ് ശ്വേതാ മേനോനെതിരെ കേസ് കൊടുക്കുന്നത്? അപ്പൊ അതിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ശ്വേതാ മേനോൻ അമ്മാ സംഘടനയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പരാതി കൊടുക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് ദുരുദ്ദേശമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളിൽ സെൻസർ ചെയ്തതിനു ശേഷമാണ് ഈ സിനിമ തിയേറ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ടെലിവിഷനിൽ വരുന്നതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനു മുൻപും ഇതുപോലെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കിന്നാരത്തുമ്പികളൊക്കെ പോലെയുള്ള പഴയ ഒരുപാട് സിനിമകളിൽ ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അല്ലെങ്കിൽ ആ കാലത്ത് പോലും ഇതുപോലുള്ള പരാതിയുമായി ആരും രംഗത്ത് വന്നിട്ടില്ല. മാത്രമല്ല, ഈ പറഞ്ഞ സിനിമകൾ ഇറങ്ങി 10, 12, 13 വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഈ പറയുന്ന അമ്മ സംഘടനയിൽ ഇപ്പൊ നിലവിൽ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗൂഢാലോചനയാണെന്നുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല സിനിമാ പ്രവർത്തകരും ഈ ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഘടിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സിനിമാ മേഖലയുമായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമ്മ സംഘടന മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസങ്ങൾ സാന്ദ്ര തോമസുമായിട്ടിരുന്ന വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രകടന പത്രിക തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഇവരാണ് ഈ സിനിമയിലെ കോക്കസുകളായിട്ട് മാറിയിട്ടുള്ളത്. ഇവരാണ് ഇപ്പോഴും ഈ സിനിമ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പടം എടുക്കണം, ആര് പടം എടുക്കണ്ട, ആര് അഭിനയിക്കണം, ആര് അഭിനയിക്കേണ്ട, ആർക്കൊക്കെ വിലക്ക് കൊടുക്കണം, എന്താണ് വിലക്ക്, ഇതെല്ലാം തീരുമാനിക്കുന്ന ഇവരാണ്. ഇവരുടെ കയ്യിൽ നിന്നും അധികാരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം അമ്മ സംഘടനയുമായിട്ട് നമ്മൾ സിനിമാ മേഖലയുമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ്. നമ്മൾ വലിയ രീതിയിൽ ആരാധനയോടെ കണ്ടിരുന്ന പല സിനിമാ താരങ്ങൾക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്, വലിയ രീതിയിലുള്ള പരാതികളാണ് വന്നിട്ടുള്ളത്. അമ്മയുടെ ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം മുതൽ ഒരുപാട് വിവാദങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. മോഹൻലാൽ പിന്മാറിയതിനു ശേഷം പല താരങ്ങളും, ഇപ്പം ദിലീപ് ആണെങ്കിലും ഒക്കെ ദിലീപിനെതിരെ കേസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സംശയാസ്പദമായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ദിലീപിനെ അമ്മയിൽ നിന്നും ഒഴിവാക്കിയത്. അതുപോലെ സിദ്ദിഖ് ആണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിദ്ദിഖിനെതിരെ പരാതി വന്നതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെ അമ്മയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊരു നിയമം, ആ ഒരു രീതി അവിടെ തുടർന്നു വരുന്നുണ്ടായിരുന്നു. ഇതിനെ തച്ചുടച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാബുരാജ് അതിന് ഇലക്ഷന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ബാബുരാജിനെതിരെയും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ ബാബുരാജ് ആണ് എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്.
അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പം ബാബുരാജ് കൊണ്ടൊന്ന് ബാബുരാജ് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സിനിമാ മേഖലയിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഈഗോയും കാര്യങ്ങളും എല്ലാം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അധികാരം എന്നൊരു സാധനമുണ്ട് സിനിമയിൽ. സിനിമ എന്ന് പറയുന്നത് പലരുടെയും ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കുന്നൊരു മേഖലയാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പല ആളുകളുടെയും ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സാധാരണപ്പെട്ട ഒരാളായിട്ട് നടക്കുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആക്കാൻ ചില സിനിമകൾക്ക് കഴിയും. അതാണ് കലയുടെ പവർ. അപ്പോൾ ഈ പവർ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപേക്ഷിച്ച് പോകാൻ വലിയ പാടാണ്. നമ്മൾ ഈ ചക്കരഭരണിയിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കത്തില്ല എന്ന് പറയുന്ന കൂട്ടാണ് സിനിമാ സംഘടനയിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ ചക്കരഭരണിയിൽ നിന്ന് കൈയെടുക്കാൻ അവർക്കൊരു താല്പര്യമില്ല. അപ്പോൾ പുതിയൊരാളൊരു കൈയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കൈ എങ്ങനെയെങ്കിലും അടിച്ചു ഒടിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ശ്വേതാ മേനോൻ. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ വായിച്ചിരുന്നു, മേജർ രവി ശ്വേതാ മേനോനെ വിളിച്ചപ്പോൾ ശ്വേതാ മേനോൻ പൊട്ടിക്കരയുകയായിരുന്നു. ശ്വേതാ മേനോൻ അതിൽ പറഞ്ഞത് 13 വയസ്സുള്ളൊരു മകൾ കൂടിയുണ്ട് തനിക്ക്, അതുകൂടി ഓർക്കണമായിരുന്നു എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ആ വിഷയങ്ങൾ. അവരൊരു സിനിമയിൽ അഭിനയിച്ചു, അതവരുടെ അഭിനയത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും പോൺ വീഡിയോസിൽ അഭിനയിക്കുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ, അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും അത് മനസ്സിലാക്കാത്ത ഒരു പറ്റം ആളുകളുണ്ട്. ഒരു സിനിമയാണെങ്കിൽ പോലും ഒരു സിനിമയിൽ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില രംഗങ്ങൾ അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സിനിമ അങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ആ രീതിയിൽ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമ ആളുകളുടെ ഇടയിലേക്ക് എത്തിയത് തന്നെ ആ സിനിമയിൽ ചെറിയ ഭാഗത്ത് മാറിടാൻ കാണിക്കുന്നു എന്നുള്ള ഒറ്റ ഭാഗത്ത് മാത്രം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും ലൈംഗിക ദാരിദ്ര്യം നിലനിൽക്കുന്ന മലയാളികളുടെ ഇടയിലേക്ക് ഈ ഒരു വാർത്ത കിട്ടുമ്പോൾ അവരത് ആഘോഷിക്കുകയാണ്. അപ്പോൾ ചാനലുകാരാണെങ്കിൽ പോലും ഈ വാർത്ത ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരാൾക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ ഏറ്റവും പറ്റിയ കാര്യം അവരുടെ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി. അവർ ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഭാഗം എക്സ്പോസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗത്ത് ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് ഇത് കൂടെ പല സൈറ്റുകളിലും അപ്ലോഡ് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇത് ആരാണോ അപ്ലോഡ് ചെയ്തത് അവർക്കെതിരെ വേണം കേസ് കൊടുക്കാൻ. ഒരു സിനിമയിൽ പോയ ക്ലിപ്പ് അതും സെൻസർ ബോർഡ് അംഗീകരിച്ച് ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലെ ചില ഭാഗങ്ങൾ ഒരു പോൺ സൈറ്റിൽ ഉണ്ട് എന്ന് കരുതി അവർക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യം എന്താണ്? അവിടെയാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. അവർക്കെതിരെ എന്തിനാണ് കേസ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അത് എടുത്ത പ്രൊഡ്യൂസർക്കെതിരെയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത വ്യക്തിക്കെതിരെയോ കേസ് എടുക്കേണ്ട സമയത്ത് ശ്വേതാ മേനോനെതിരെ കേസ് കൊടുക്കുന്നത് വളരെ വലിയ ഗൂഢമായിട്ടൊരു ലക്ഷ്യം തന്നെയാണ്. അത് ഈ കാര്യങ്ങളിൽ നിന്ന്, അതായത് ശ്വേതാ മേനോൻ മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യത്തിലേക്ക് ഇതിനെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് വന്നു ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കണമെന്ന് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ച് കളയണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ഒരു കൂട്ടമോ 1-2 ആളുകളോ ചേർന്ന് ചെയ്തിട്ടുള്ളൊരു പരിപാടി തന്നെയാണിത്. ഇത് ഒരാൾക്കെതിരെ മാത്രമല്ല, സിനിമയിലെ പല ആളുകൾക്കെതിരെയും ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാന്ദ്ര മേനോന് സംഭവിച്ചത്. അതുകൂടാതെ തന്നെ സിനിമാ മേഖല അത്രത്തോളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആളുകൾ വരുമ്പോൾ ഇവർക്ക് ആർക്കും ഈ ആളുകളെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ അധികാര സ്ഥാനങ്ങൾ പോകുമെന്നുള്ള ഭയമാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ വരും. എന്താണെങ്കിലും ഈ ചക്കരഭരണിയെ എപ്പോഴും കൈയിട്ടിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഉറുമ്പ് കടിച്ചാണെങ്കിലും ഈ ചക്കരഭരണിയിൽ നിന്ന് കൈയെടുക്കേണ്ടി വരും.